യൂട്യൂബ് ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ശങ്കറും ഗൗരിയും ആദർശും വേണിയും ഒക്കെ അവരുടെ ജീവിതങ്ങൾ ചെറിയ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് ഗൗരി ചെന്ന് അകപ്പെട്ടിരിക്കുന്നത്. ഗൗരി ഒരുപാട് വട്ടം ശങ്കറിനോട് പറയുന്നുണ്ട് ഞാൻ ധ്രുവനെ കണ്ടതാണെന്ന്. പക്ഷേ അതൊന്നും കേൾക്കാൻ വേണ്ടി ശങ്കർ കൂട്ടാക്കുന്നില്ല. അതുമാത്രമല്ല ഗൗരിയെ വിശ്വസിക്കാനും ശങ്കർ തയ്യാറാവുന്നില്ല. എല്ലാ തെറ്റും ഗൗരിയുടെ ഗൗരി കാരണമാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ തലയിൽ എല്ലാ കുറ്റങ്ങളും കൊണ്ടിടാനായിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ ചാരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദർശിന്റെയും വേണിയുടെയും ജീവിതത്തിലും ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് വേണി ഗർഭിണിയാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ ഗർഭിണിയാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും എന്നോട് സഹകരിക്കുന്നത്, എന്നോട് സ്നേഹം കാണിക്കുന്നതും. അപ്പോൾ അതെല്ലാം വെറും നാടകമായിരുന്നു എന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി മാറും എന്ന് വേണിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു തീർപ്പ് കൽപ്പിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴപ്പമില്ല, എന്തായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശിവരഞ്ജിനിയുടെ കോൾ വരുന്നതും ആദർശ് പുറത്തോട്ട് പോകുന്നതും. അപ്പോൾ ആദർശ് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വേണിക്ക് മനസ്സിലായി അത് ശിവരഞ്ജിനിയാണ് വിളിച്ചത് എന്ന് വേണിക്ക് നല്ലതുപോലെ അറിയാം. അങ്ങനെ വേണി പറയുന്നുണ്ടെങ്കിലും നിനക്ക് അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാനുള്ളതിൽ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ആദർശ് പുറത്തോട്ട് പോവാണ്. പുറത്തുനിന്ന് സാധനങ്ങൾ മേടിച്ചു കൊണ്ട് വന്നതിന്റെ കൂട്ടത്തില് വേണിക്ക് വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി ആദർശ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണിക്ക് മനസ്സിലായി, കാരണം ശിവരഞ്ജിനി ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ശിവരഞ്ജിനെ ഒഴിവാക്കി വിട്ടതാണ്. എന്നാൽ വേണിക്ക് ഏകദേശം മനസ്സിലായി ശിവരഞ്ജിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആദർശ് അങ്ങോട്ട് പോയതെന്ന്. അപ്പൊ ഇതെങ്ങനെയെങ്കിലും തടയണം, അല്ലെങ്കിൽ തന്റെ ജീവിതം കുളം തോണ്ടാനായിട്ട് ഇനി അവൾ ശ്രമിക്കത്തുള്ളൂ എന്ന് വേണിക്ക് മനസ്സിലായി. പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേണി തീരുമാനിക്കുന്നത് എന്തായാലും അവളുടെ വീട്ടിലോട്ട് പോകാം, പോയിട്ട് നല്ലതുപോലെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ആദർശിനെയും കൂട്ടുവാണ്. പക്ഷെ ആദർശ് ആദ്യം വരാനായിട്ട് തയ്യാറായില്ല. നീ എവിടെയാണ് പോകുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ വേണി പറയുന്നുണ്ട് നമ്മൾ ശിവരഞ്ജിനിയുടെ വീട്ടിലോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ആ ഒരു പേര് കേട്ടപ്പോൾ തന്നെ ആദർശ് ഭയങ്കര ഷോക്കായിപ്പോയി. ശിവരഞ്ജിനിയുടെ വീട്ടിലോട്ടാണ്, നീ എന്തിനാ ശിവരഞ്ജിനിയുടെ വീട്ടിലോട്ട് പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയും എന്തായാലും പോയേ പറ്റത്തുള്ളൂ എന്ന് കടുത്ത തീരുമാനത്തിൽ വേണി നിൽക്കുന്നുണ്ട്. വേണിയുടെ ആ ഒരു തീരുമാനം ഉറച്ച സ്ഥിതിക്ക് എന്തായാലും ഇനി അത് മാറ്റാൻ പറ്റത്തില്ല എന്ന് ആദർശിന് മനസ്സിലായി. അങ്ങനെ അവർ പുറത്തോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ പോവാണ്. അങ്ങനെ വേണി പോകുന്ന സമയത്ത് തന്നെ ആദർശിനെയും വേണിയെയും തകർക്കാൻ വേണ്ടിയിട്ട് പല ദുഷ്ടന്മാരും അല്ലെങ്കിൽ പല വില്ലന്മാരും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ശിവരഞ്ജിനി മാത്രമാണ് ആദർശിനെ സ്നേഹിക്കുന്നത്. ആദർശ് തിരിച്ച് ശിവരഞ്ജിനെ സ്നേഹിക്കുന്നില്ല. പക്ഷെ ഇതാരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുന്നില്ല, പ്രത്യേകിച്ച് ധ്രുവനും വേണിയും ഇത് കേൾക്കുന്നില്ല. അതുമാത്രമല്ല ധ്രുവനും വിചാരിച്ചിരിക്കുന്നത് ആദർശ് കാരണമാണ് ശിവരഞ്ജിനി തന്നെ സ്നേഹിക്കാത്തത് എന്നുള്ള രീതിയിലാണ് ധ്രുവൻ നിൽക്കുന്നത്. അപ്പോൾ ഒരു തക്ക കാരണം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തക്ക അവസരം കിട്ടിക്കഴിഞ്ഞാൽ ധ്രുവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? വേണി ശിവരഞ്ജിനിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വലിയൊരു വമ്പൻ പൊട്ടിത്തെറിനെ അവിടെ സംഭവിക്കുന്നതാണ്. അവസാനം ശിവരഞ്ജിനി ആദർശിനെ ഒഴിഞ്ഞു പോകേണ്ട എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ആദർശിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വലിയൊരു ചതിക്കുഴി അല്ലെങ്കിൽ വലിയൊരു മരണക്കെണി തന്നെ ധ്രുവൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു മരണക്കെണിയിൽ നിന്നും ആദർശിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണിക്ക് സാധിക്കുമോ? ധ്രുവൻ മരിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശങ്കറിനും വേണിക്കും ആദർശിനും എല്ലാവർക്കും സാധിക്കുമോ? ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതിരിക്കും. ടാറ്റ ബൈ.